ചെല്ലിയല്ലേ, ഒരു പരുവമാക്കിയിട്ടുണ്ട്. ആരെ? നിങ്ങളുടെ ആളെ തന്നെ. ആ ആ ചെല്ല്. സ്വാമി ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യുമെന്ന് ഞങ്ങള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയ്യോ, എന്ത് ചതി? ആ SIയുടെ സഹോദരിയെ പറ്റി ഞങ്ങൾ പറഞ്ഞത് വെറുതെയാ. അയ്യോ, ഒരു കഥാപ്രസംഗ വേദിയിലായിരുന്നു സംഭവിച്ചെങ്കിൽ എത്ര മനോഹരമായിരുന്നു. കമ്പ്യൂട്ടർ എന്നെ ചതിച്ചു. ഇക്കാര്യം കമ്പ്യൂട്ടർ എന്നോട് പറഞ്ഞില്ല. നീ സബൂറാക്ക്. ഈ പുതിയ കഥ ഞാനിനി അവിടെ അവതരിപ്പിക്കും. എങ്ങനെ അവതരിപ്പിക്കും? അല്ലോ, 6 മാസം കഴിഞ്ഞേ എനിക്ക് വെളിക്കിറങ്ങാനൊക്കൂ. അയ്യോ, മുറിവാന്നോ? അല്ല, അറിവാ. പോടോ വന്നെ പട്ടരെ. അയ്യേ, ഇങ്ങനെ കരഞ്ഞാലോ? ഛേ, എന്താ നിഷ ഇത്? ഒരു മാപ്രസിദ്ധീകരണത്തിലെ നായകനെ പോലെ നിന്നെയും കൂട്ടി മദ്രാസിലെ കോടമ്പക്കത്തേക്ക് ഒളിച്ചോടാൻ ഞാൻ തയ്യാറല്ല. എക്സാം കഴിയുന്നതിന് മുമ്പായി അന്ത്യവുമായി നമുക്കൊരു തീരുമാനമെടുക്കാം. ഇപ്പൊ നിഷ പോകും. എനിക്ക് പേടിയാവുന്നുണ്ട് ഗണപതി ചേട്ടാ. ഛേ, നിഷ ധൈര്യമായി പോകും. ഞാനല്ലേ പറയുന്നത്. നീ സ്കൂളിൽ പോയിരുന്നു. സ്കൂൾ ടൈമിൽ നിന്നെ കാണാൻ പാടില്ലാത്ത ചുറ്റുപാടിൽ വെച്ച് ഞാൻ കണ്ടല്ലോ. അസാൻമാർഗിക പ്രവർത്തനമെന്നാണോ എന്റെ അണ്ണൻ ഉദ്ദേശിക്കുന്നത്? വിളിക്കാൻ നോക്കണ്ട. ഏതാ പെണ്ണ്? അതാണോ കാര്യം? അവൾ എന്റെ ഗേൾഫ്രണ്ടാണ്. കഴിഞ്ഞ 4 വർഷങ്ങളായി ഞങ്ങൾ പ്രണയബദ്ധരാണ്. അപ്പൊ സാറ് 3ാം സ്റ്റാൻഡേർഡ് മുതൽ തുടങ്ങിയോ? ഛേ, അതൊരു മാനസിക വളർച്ചയുടെ പ്രശ്നമാണ്. എനിക്ക് പ്രേമിക്കാൻ ഒരു മൂന്നാമന്റെ ആവശ്യമില്ല. ഓ, അത് ശരി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ നടനമാടിക്കൊണ്ടിരിക്കുന്ന 4ാംകിട പ്രേമ നാടകം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അവന്മാരെ കണ്ടാൽ അറിഞ്ഞൂടെ തട്ടിപ്പുകാരാണെന്ന്? തനി തട്ടിപ്പുകാര്. ഇക്കാര്യത്തിൽ അണ്ണൻ ഒരു ശിശുവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സംഭവമാകെ ചളമാക്കി കളഞ്ഞില്ലേ? ചവിട്ടി തേച്ച് കുളമാക്കി കളഞ്ഞു. അതിനൊക്കെ അതിൻ്റെതായ രീതിയുണ്ട്. എന്ത് രീതി? കക്ഷി പോകുന്ന വഴിക്ക് വലയും കെട്ടി വലച്ചരടുമായി മാറി നിൽക്കണം. കുടുങ്ങി എന്നൊക്കെ ആദ്യം തോന്നും. പക്ഷേ വല വലിക്കരുത്. ശരിക്കും കുടുങ്ങി കഴിയുമ്പോ ഒരൊറ്റ വലി ആള് വീണിരിക്കും. പിന്നെ കക്ഷി പോണമെങ്കില് നമ്മൾ വല അഴിച്ചു വിടണം. അതിപ്പോ വല എവിടെ കെട്ടും? ഈ കക്ഷി ഒറ്റയ്ക്ക് പോകുന്ന ചില സ്ഥലങ്ങൾ അണ്ണൻ അറിയില്ലേ? കണ്ടുപിടിക്കാം. എങ്കിൽ തയ്യാറായിക്കോളൂ. ലതീഷ. ഹായ്. എന്താ ഇവിടെ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയാലോ. ഐ ലവ് യു. വിജയലക്ഷ്മിയുടെ ബ്രദറാണെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും ഫ്രീ ആയത്. അത് മിസ്യൂസ് ചെയ്യരുത്. ഇനി ഇങ്ങനെ പെരുമാറിയാൽ എന്തായി അണ്ണ? ആകെ നാശമാക്കിയെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഡെസ്പാകുന്നവർക്ക് പറ്റിയതല്ല ഈ പണി. എന്തും നേരിടാനുള്ള ചങ്കൂറ്റം വേണം. ഏതായാലും അണ്ണൻ നനഞ്ഞിറങ്ങി. ഇനി കുളിച്ചു കയറുക. തളരരുത്. വിടാതെ പിന്തുടരണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
ഇന്ന് 10-ാം തീയതിയായി, കടയിലെ കണക്ക് തീർത്തിട്ടില്ല. ഞാൻ എനിക്ക് കാശ് വേണം. നാളെ തരാം. സത്യമാണോ? ഷുവർ. ശരി, ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി എന്റെ സ്വഭാവം മാറും. ഒരു പാഴ്സൽ ഉണ്ട്, അതിലൊരു ഒപ്പിട്ടെ. ഹലോ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? Can you love me? അല്ല, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? I love you. ഹലോ ഹലോ, യെസ്. ലതീഷ, ഇത് ഞാനാ, അനന്തു. ദയവ് ചെയ്ത് ഫോൺ ഡിസ്കണക്ട് ചെയ്യരുത് പ്ലീസ്. ഓ ജീസസ്, അനന്തന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പ്ലീസ് ലീവ് മീ അലോൺ. ലതീഷ, അങ്ങനെ പറയരുത്. ഇത് ശരിക്കും ഭ്രാന്താ. അതെ, ഭ്രാന്ത് തന്നെയാ. എനിക്ക് ലതീഷില്ല ജീവിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ മരിക്കുന്നതാ നല്ലത്. മരിക്കാം, പക്ഷെ എങ്ങനെ മരിക്കണമെന്ന് ലതീഷ പറയണം. ഓ, അത് സിമ്പിൾ അല്ലേ? കടൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയാ മതി. ചാടാം, പക്ഷേ അപ്പോഴും ലതീഷ എന്നോടൊപ്പം ഉണ്ടാവണം. ഓ ഷുവർ. വൈകിട്ട് 5 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഇത് കളിയല്ല. ഞാൻ 1 മുതൽ 3 വരെ എണ്ണും. 1 2 3. ഒരു ചാൻസ് കൂടെ തരുന്നു. അതിനിടയ്ക്ക് മനസ്സുമാണെങ്കിൽ മാറിക്കോ. ഞാൻ പറഞ്ഞില്ലേ ചാടിക്കോളാൻ. I love you. അനന്തു, 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 അനന്തു. അനന്തു, 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 I love you, അനന്തു. അനന്തു, I love you, അനന്തു. അനന്തു, please. അനന്തു, I love you, അനന്തു, please. I love you, അനന്തു.
പൂക്കൾ വെച്ചത് പപ്പയ്ക്ക് ഇഷ്ടമായി കാണില്ല. എനിക്ക് കൂട്ടിന് വേറൊരാളെ പറഞ്ഞു വെച്ചിട്ടല്ലേ പപ്പ പോയത്. ഞാനായിട്ടിപ്പോ ഇങ്ങനെ. അപ്പോ ആ പൂക്കളും ഈ കൂട്ടും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഇഷ്ടായി, നേരായിട്ടും ഇഷ്ടായി, 1000 വട്ടം. ഡിസംബറും മഞ്ഞും വരുമ്പോൾ ഞാൻ എൻ്റെ ബാല്യത്തെക്കുറിച്ച് ഓർക്കും. എന്നും പാട്ടും പാർട്ടിയും ഉള്ള ഞങ്ങളുടെ കോട്ടേജിനെ കുറിച്ച്. അന്ന് പപ്പ ഊട്ടിയിലായിരുന്നു. തൂമഞ്ഞിന്റെ തിരശ്ശീലകൾക്കിടയിൽ ഒരു ചെറിയ കോട്ടേജ്. കോട്ടേജിന് ചുറ്റും നിറയെ സൂര്യകാന്തി പൂക്കൾ. പപ്പയ്ക്കെന്നും സൂര്യകാന്തി പൂക്കൾ വലിയ ഇഷ്ടമായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ പപ്പ എന്നെ വിളിച്ചിരുന്ന ഓമന പേര് എന്താണെന്നറിയാമോ? ക്വീൻ ഓഫ് ദി ഫ്ലവർ. പപ്പ എന്നാണ് മരിച്ചത്? ഞാൻ 9th പഠിക്കുമ്പോൾ. പിന്നീടുള്ള നാളുകൾ ഏറ്റവും വയ്യാത്തൊരു ഭാരമാണ് അനന്തു എന്റെ ചിറകിൽ. അനന്തു എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും എന്നെ ഫോളോ ചെയ്തപ്പോഴും അപ്പോഴൊക്കെ എനിക്ക് അനന്തുവിന് ജീവനായിരുന്നു. നേരായിട്ടും. ബട്ട് എനിക്കേറെ പ്രോബ്ലംസ് ഉണ്ട് അനന്തു. വീട്ടിയാൽ തീരാത്ത കടം, എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നൊരു ജോലി, ഒരിക്കലും സുബോധമില്ലാത്ത മമ്മി. എനിക്കേറെ പ്രോബ്ലംസ് ഉണ്ട് അനന്തു. എനിക്ക് എന്ന് പറയരുത്, നമുക്ക്. വീട് വെക്കാൻ വേണ്ടി പപ്പ ഫ്രാങ്കിയോട് കുറച്ച് പണം വാങ്ങി. കടം വീട്ടിൽ തീരും മുമ്പ് പപ്പ മരിച്ചു. മരിക്കും മുമ്പേ പപ്പ തീരുമാനിച്ചതാണ് എന്നെ ഫ്രാങ്കിയെ കൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കണമെന്ന്. നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷേ പപ്പയുടെ കാൽക്കുലേഷൻസ് മുഴുവൻ തെറ്റിപ്പോയി. ലതീഷ, ഒന്ന് കരുതിക്കോളൂ. നീ എനിക്കുള്ളതാണ്. കടങ്ങൾ നമുക്ക് എങ്ങനെയും തീർക്കാം. ഇന്ന് 11 മണിക്ക് ഓഫീസിൽ വരണം. ഇന്ന് 11 മണിക്ക് ഓഫീസിൽ വരണം. മതി. ലതീഷ, ആ ചായ എടുത്തു കുടിക്ക്. അപ്പൻ എന്തോ നോക്കുന്നേ? ഒന്നുമില്ല. ഏ, ഒന്നുമില്ല.
അപ്പം വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചില്ല. ഏ? ഒന്നുമില്ല, അവര് ഒന്നുമില്ലേ. പൈസ തരാന്നല്ലേ പറഞ്ഞു. ഇനി എന്നെ അങ്ങനെ പറ്റിച്ച് മുങ്ങാമെന്ന് കരുതണ്ട. എന്റെ കാശ് തരാതെ തന്നെ ഞങ്ങളുടെ പ്രശ്നമേ ഇല്ല. എന്താ മുരളി കാര്യം? വാട്ട് ഈസ് ദി പ്രോബ്ലം? ഒന്നുമില്ല സാർ. ഒന്നുമില്ല, എന്റെ ഒരു സ്ത്രീ ശബ്ദം കയറി പിടിക്കോ? സാർ ഇതൊരു കടവടപാടിന്റെ പ്രശ്നമാണ്. കടം വാങ്ങിച്ചാ കൊടുക്കണ്ടേ മുരളി? മോശല്ലേ? ഛേ, അയ്യേ. എത്ര തരാനുള്ളത് പെങ്ങളെ? 300 രൂപ. അയ്യോ സാറേ, താനൊന്നും പറയണ്ട, പണം ഞാൻ തരാം. ഓഫീസിൽ വന്നാ മതി. പോയിക്കോ. എല്ലാ പ്രശ്നവും തീർന്നല്ലോ? അല്ല, ഞങ്ങളുടെ പ്രശ്നം തീർന്നിട്ടില്ല. എന്താ നിന്റെ പ്രശ്നം? എന്തിനിപ്പോ ഈ കാശ് കൊടുക്കുന്ന ഞങ്ങൾക്ക് അറിയണം. ഇനി അതൊക്കെ അറിയണ്ടേ? പട്ടികളായിരുന്നു കള്ളന്മാര്. ഓ, കാശ് കൊടുത്തത് അറിയണം. മാനേജർ എവിടെയാ? ദാ മുറിയിലുണ്ട്. ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഇരിക്കണോ? വേണ്ട, ഞാനിവിടെ നിന്നോളാം. സന്തോഷായില്ലേ? സന്തോഷായി. പോട്ടെ. എത്ര അടക്കം ഒതുക്കമുള്ള പെൺകുട്ടി. ഈ സാമീതെന്ന് തുടങ്ങി മോശം. Hello. Good morning. Can I take my seat? എന്റെ പഴനി ആണ്ടവ, ഇവരെന്തിനപ്പം ഇങ്ങടെ ഇരുന്നുള്ളേ? കൊച്ചു കള്ളൻ. നോട്ടം കണ്ടില്ലേ? ഒന്നും അറിയാത്തതുപോലെ. ആ പിശാശ് പെണ്ണിലെത്തി. ഈ തള്ള പിശാശിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ? പാവം, 11 മണിക്ക് ഞാൻ വരുമെന്ന് കരുതി കാണില്ല. എന്തേ? വേണ്ട, ഇനി നമ്മൾ തമ്മിൽ ഈ ഒളിച്ചൊളി വേണ്ട. ഞാൻ വെറുതെ ഒരു തമാശക്ക്. തമാശക്കാരെ എനിക്ക് ഇഷ്ടാ. അത് പൊട്ടുട്ടാ. പൊട്ടിയാലെന്താ? പൊട്ടിക്കോട്ടെ. സമയം ഇപ്പൊ കൃത്യം 11 മണിയായി. അതിനെന്താ? ഷട്ടിൽ കോക്കിന്റെ കാര്യം മറന്നുപോയോ? എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എനിക്ക് ദേഷ്യം വരും കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറയുന്നേ പ്ലീസ്. ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല. നമുക്ക് വേറെ എവിടെങ്കിലും വെച്ച് സംസാരിക്കാം. വൈകിട്ട് ആ റെസ്റ്റോറന്റിലായാലോ? നേരത്തെ പറഞ്ഞതായിരുന്നു. സോറി, വൈകുന്നേരം കാണാം. ബൈ. എന്റെ പൊന്നേ. I'm sorry. വൈകുന്നേരം കാണാം. ബൈ. ഈ പഴത്തൊലിന്റെ മറ്റു ഇല്ലേ, എനക്കത് വിശ്വാസം വരുന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നേരിൽ കാണും, വിശ്വസിച്ചാ മതി. എന്റെ കെട്ടിയവനാ മറ്റോ ആയിരിക്കണമായിരുന്നു. ഞാൻ പോട്ടെ ചേച്ചി. പിന്നെ ഞാനാണിതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞേക്കല്ലേ.